നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. 2024 PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് ഫാക്ട്സ് പറയുന്നുണ്ട്, അപ്പോൾ എല്ലാ ഫാക്ട്സും ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്ത്? കൂട്ട് എന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് കൂട്ട്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. മറ്റു കുറച്ച് പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കാം. ഓപ്പറേഷൻ സുതാര്യ. എന്താണ് ഓപ്പറേഷൻ സുതാര്യ? സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യ. ഓർത്തിരിക്കുക, സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താ? ഓപ്പറേഷൻ സുതാര്യ. മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. എന്താണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി? സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അപ്പൊ ഇത് രണ്ടും വിജിലൻസ് നടത്തിയ പരിശോധനയാണ്, ഓപ്പറേഷൻ സുതാര്യയും ഓപ്പറേഷൻ ജംഗിൾ സഫാരിയും. എന്താണ് ഓപ്പറേഷൻ അമൃത്? ഓപ്പറേഷൻ അമൃത്. അമൃത് എന്നാൽ അമൃതിന്റെ ഫുൾ ഫോം AMRITH അമൃത്. AMRITH അമൃത്. അമൃതിന്റെ ഫുൾ ഫോം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതാണ് അമൃതിന്റെ ഫുൾ ഫോം. എന്താണ് ഓപ്പറേഷൻ അമൃത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷനാണ് ഏത്? ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. എന്താ നാട്ടരങ്ങ് എന്ന പദ്ധതി? നാട്ടരങ്ങ് എന്ന പദ്ധതി കലാകായിക മേഖലയിലെ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമാക്കിയുള്ള ഒരു പദ്ധതിയാണ്. പാർശ്വവൽകൃത സമൂഹങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളുടെ കലാകായിക മേഖലയിലെ വളർച്ചയും പുരോഗതിയും ലക്ഷ്യമാക്കി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നാട്ടരങ്ങ്. നാട്ടരങ്ങ്. എന്താണ് സീതാലയം എന്ന പദ്ധതി? സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? സീതാലയം. സീതാലയം എന്ന പദ്ധതി. എന്താണ് അതിജീവിക എന്ന പദ്ധതി? നിരാലംബരായ സ്ത്രീകൾക്കായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അതിജീവിക. നിരാലംബരായ സ്ത്രീകൾക്കായി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അതിജീവിക. അതിജീവിക. കെ-ഫോൺ. കെ-ഫോൺ എപ്പോഴും ചോദിക്കാറുണ്ട്. കെ-ഫോൺ, KFON ആണ് കെ-ഫോൺ. കെ-ഫോണിന്റെ ഫുൾ ഫോം ആദ്യം ഓർത്തിരിക്കാം. കെ-ഫോൺ എന്നാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് എന്നാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2023 പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണെന്ന് ഓർത്താൽ മതി. അപ്പൊ 2023 ജൂൺ മാസം 5 കെ-ഫോൺ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്തത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് പ്രാപ്യമായവരും അല്ലാത്തവരും എന്ന അന്തരം ഇല്ലാതാക്കുക, സംസ്ഥാനത്തുടനീളം സർക്കാർ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക, 20 ലക്ഷം നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുക, ഗവേണൻസ് സാർവത്രികമാക്കുക എന്നിവയൊക്കെയാണ് കെ-ഫോണിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി മറ്റൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് ഏത് പേരിലാണ്?
ഓപ്പറേഷൻ ചക്ര. ഓപ്പറേഷൻ ചക്ര. ഇനി 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏത്? ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓപ്പറേഷൻ ഡെൽറ്റ എന്താണ്? ഓപ്പറേഷൻ ഡെൽറ്റ എന്നാൽ ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഡെൽറ്റ. ഓപ്പറേഷൻ ഡെൽറ്റ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 PSC ചോദിച്ച ചോദ്യങ്ങളാണ്. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടാണ് കേരളീയം കൊണ്ടാടിയത്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആരായിരുന്നു? സിനിമാ താരങ്ങളായിരുന്നു. ഈ 2 പ്രസ്താവനകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് അല്ല ഇത് സംഘടിപ്പിച്ചത്, കേരള ഗവൺമെന്റ് ആണ് സംഘടിപ്പിച്ചത്. ആ പ്രസ്താവനയാണ് ഇവിടെ തെറ്റിപ്പോയത്. കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാ? കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. PSC ഓൾറെഡി ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ്. ഏത് ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ലക്ഷ്യം കൈവരിച്ചത് എന്ന് ചോദിച്ചാൽ ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ്. ദി സിറ്റിസൺ എന്ന ക്യാമ്പയിൻ വഴിയാണ് കൊല്ലം ഈ ഒരു ലക്ഷ്യം കൈവരിച്ചത്. അപ്പോൾ മറ്റൊരു ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? കുളത്തൂപ്പുഴ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. ഇനി കേരള ഹൈക്കോടതിയെ പറ്റിയൊരു ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. ഓർക്കുക. ഇനി കേരളത്തെ പറ്റി മറ്റൊരു ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള OTT പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള OTT പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത്. ഇനി കേരളത്തെ പറ്റി മറ്റൊരു ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാനതല സയന്റിഫിക് ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? സയന്റിഫിക് ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. ഓർക്കുക. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അതും കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്ന സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു 2023 നടന്നത്. ശരി. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഈ 2 പ്രസ്താവനകളാണ് 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. G20 ഉച്ചകോടി 2023. G20യിലെ അംഗങ്ങൾ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് G20യിലെ അംഗങ്ങൾ. 2023 മറ്റൊരു പ്രത്യേകതയും കൂടെ നടന്നു. 2023 ആഫ്രിക്കൻ യൂണിയൻ G20യിൽ സ്ഥിര അംഗമായി. ഇനി മുതൽ G20 G21 എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. 2023 ആഫ്രിക്കൻ യൂണിയൻ G20യിൽ സ്ഥിരാംഗമായി. അതുകൊണ്ട് തന്നെ G20 ഇനി ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? G21 എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. G20 2023 ലോഗോയും തീമും എന്തായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. G20 2023 ലോഗോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. ഒരു താമരയുണ്ട്, അതായത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര. ഈ താമരയിലെ ഭൂമിയെ സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തരത്തിലാണ് ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലോഗോയിലെ താമരയിലെ 7 ഇതളുകളാണുള്ളത്. ഇതളുകളുടെ എണ്ണം
എടുക്കുമ്പം 7 ഇതളുകളാണുള്ളത്. ഇത് 7 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 7 ഭൂഖണ്ഡങ്ങളെയും സപ്തസ്വരങ്ങളെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഇതളുകൾ വെച്ചിട്ടുള്ളത്. 2023 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകം, അതായത് 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ എന്നതായിരുന്നു. വസുദൈവ കുടുംബകം, 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. മഹാ ഉപനിഷത്തിൽ നിന്നാണ് ഈ ഒരു പ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇനി G20യുടെ ഷെർപ്പ മീറ്റിംഗുകൾ നടന്നത് കേരളത്തിൽ കുമരകത്ത് വെച്ചാണ് നടന്നത്. ആദ്യത്തെ ഷെർപ്പ മീറ്റിംഗ് ഉദയ്പൂർ, രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് കേരളത്തിൽ എവിടെ വെച്ചാണ് നടന്നത് എന്ന് BSc ഒരു പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുമരകത്ത് വെച്ചാണ് നടന്നത്. കുമരകത്ത് വെച്ചാണ് രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗ് നടന്നത്. ഇനി 2024 G20 പ്രസിഡൻസി എവിടെയാണ്? ബ്രസീലിലാണ്. ബ്രസീലിൽ. അപ്പോൾ ബ്രസീലിൽ വെച്ചാണ് 2024 G20 ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. അപ്പോൾ 2024 ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയുമാണ്. നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും. അപ്പോൾ 2022 എവിടെ വെച്ച് നടന്നത്? ഇന്തോനേഷ്യയിലാണ്. 2023 ന്യൂഡൽഹിയിലാണ്. 2024 ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം 2024 G20യുടെ വേദി. ഇപ്പോഴേ ഞാൻ പറഞ്ഞു ബ്രസീലിൽ വെച്ചാണ് 2024 G20 ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. ബ്രസീൽ. അടുത്ത ചോദ്യം ചന്ദ്രയാൻ 3ന്റെ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചന്ദ്രയാൻ 3ന്റെ ദൗത്യത്തിന്റെ റോവർ പ്രഗ്യാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രഗ്യാൻ. അപ്പൊ ചന്ദ്രയാൻ 3 എന്ന ദൗത്യത്തിലൂടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെ? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമായി ഇന്ത്യ? 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കൂടാതെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യവും ഇന്ത്യയായിട്ട് മാറി. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് മാസം 23. എന്താ ഈ ഓഗസ്റ്റ് 23ന്റെ പ്രത്യേകത? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഡേറ്റ് ആണ് 2023 ഓഗസ്റ്റ് 23. ആ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനം. ഇനി ചന്ദ്രയാൻ 3യിലെ പേലോഡുകൾ ഏതൊക്കെ? അതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ലാൻഡർ പേലോഡ് ഉണ്ട്, റോവർ പേലോഡുകളുണ്ട്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡുണ്ട്. ലാൻഡർ പേലോഡുകൾ, റോവർ പേലോഡുകൾ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ്. ലാൻഡർ പേലോഡ് അതിന്റെ പേര് രംഭ. ഒന്ന് രംഭ, രണ്ടാമത്തത് ചാസ്തേ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ്. മൂന്നാമത്തത് ഇൽസ എന്നാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. നാലാമത്തത് LRA ഫുൾ ഫോം എന്താ? ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ. ഇത് 4 ലാൻഡർ പേലോഡുകൾ. ലാൻഡർ പേലോഡുകൾ രംഭയുടെ ഫുൾ ഫോം റേഡിയോ അനാട്ടമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അതാണ് രംഭ. രണ്ടാമത്തത് ചസ്തേ, മൂന്നാമത്തത് ഇൽസ, നാലാമത്തത് LRA. റോവർ പേലോഡുകൾ ഏതൊക്കെയാ? LIBS ലിബ്സ്, പിന്നെ APXS-ഉം LIBS-ന്റെ ഫുൾ ഫോം ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നതാണ് ലിബ്സിന്റെ ഫുൾ ഫോം. APXS-ന്റെ ഫുൾ ഫോം ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നതാണ്. മൂന്നാമത്തെ പേലോഡാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡിന് ഉദാഹരണമാണ് ഷെയ്പ്പ് എന്നത്. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് എന്നതാണ് ഷേപ്പിന്റെ ഫുൾ ഫോം. ഇത്രയാണ് ലാൻഡർ പേലോഡ്, റോവർ പേലോഡ്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ്, ചന്ദ്രയാൻ 3യിലെ പേലോഡുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.